ഞണ്ടർക്കാണ് ഈ സ്ഥലം. പൂമാല. വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം വറ്റി. വേനൽക്കാല സമയത്താണ് ഞങ്ങൾക്ക് വന്നേക്കുന്നത്. മഴക്കാല സമയമാണ് ഇവിടെയൊക്കെ കാണാൻ നല്ല കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ലെവല് പകുതിയോളം വെള്ളമായിരിക്കും, പകുതിയോളം. മുകളിലോട്ട് കയറിപ്പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. നമുക്കൊന്ന് മുകളിലോട്ടൊന്ന് കയറിപ്പോയി നോക്കാം. സൈക്കിൾ അവിടെ കെട്ടിയിട്ടായിരുന്നേ കമ്പിയിൽ. മേളോട്ടൊന്ന് പോയി നോക്കാം. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് കയറി വന്നായിരുന്നേ. വേനൽക്കാലമായതുകൊണ്ട് ഇങ്ങോട്ട് ആൾക്കാരങ്ങനെ അധികം വന്നില്ല. മഴക്കാലമൊക്കെയാണ് ആൾക്കാരുടെ കാഴ്ച കാണുന്നൊരു മേഖല. കാണാനായിട്ട് ആൾക്കാർ ആ സമയത്താണ് കൂടുതലും വരുന്നത്. കാട് പിടിച്ച് കിടക്കുകയാണ് വേനൽക്കാലമായതുകൊണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്നാട്ടോ നടന്നു വന്നു. ആ റോഡ് സൈഡിൽ നിന്നൊരു വഴി കൂടെ കയറി വന്നു. പകുതിയോളം നടന്നു കേട്ടോ, ഒരു 400 മീറ്റർ. മഴക്കാലത്ത് ഇതുവഴി വെള്ളം കുത്തി ഒഴിച്ചു കൊടുക്കും. ആ സമയത്ത് നല്ല കാഴ്ചയാണ്. ഇപ്പം ഇങ്ങനെ പൊതുവെ ശാന്തമാണെങ്കിലും മഴക്കാലം ഭയങ്കരമാണ്. ഈ ചെറിയൊരു സ്പോട്ടാണ്, വ്യൂ പോയിന്റ് പോലെ. രക്ഷയില്ല കേട്ടോ, ആൾക്കാരധികം ഇങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് കാട് പിടിച്ച് മുള്ളൊക്കെയാണ്. എന്നെ വഴിക്ക് കുറേ മുള്ളും കാര്യങ്ങളൊക്കെ, കുറച്ച് മുള്ളിൻ്റെ ഇടയ്ക്കൂടെ. ഇന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു മല കാണാതെ. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ട്. ഞണ്ടർക്കി വെള്ളച്ചാട്ടമാണേ. ആ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ മലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം അവിടെ നിന്ന് വന്ന് അങ്ങ് പതിക്കുകയാണ് താഴെ നിന്ന്. ഒരു വെള്ളച്ചാട്ടമാണ്, മഴക്കാലത്താണ് കാണുന്നത്. ഇപ്പം വെള്ളം ഒട്ടുമില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പതിക്കുന്ന വെള്ളം താഴത്തോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. വന്ന വഴിയാണ്, ചെറിയൊരു വഴിയാണ് കേട്ടോ, ഒരാൾക്ക് നടക്കാവുന്ന രീതിയിലുള്ള. ഇപ്പോൾ ഏകദേശം ഞണ്ടർക്കി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് നിൽക്കുന്നത്. അത് നോക്കുമ്പോൾ കുറച്ചുകൂടി വൈഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വെള്ളം മേളിൽ നിന്ന് പതിക്കുന്നതിൻ്റെ ആ ഭാഗം. താഴെ നിന്ന് കുറേ കയറി പോരാണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാം വഴികളുണ്ട്. ഇങ്ങനെ വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, കൃഷിപരമായ ഒരു സാഹചര്യമുണ്ട്. ഇതേപോലെ നിങ്ങൾ മേളിലായിട്ടൊരു ടാങ്ക് ഉണ്ടേ, മഴവെള്ള സംഭരണി പോലെ. ഇതിലോട്ട് വെള്ളം വന്ന് ശേഖരിക്കുകയാണ്. പൈപ്പ് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറം ഒരു ടാങ്ക് ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലായില്ല. ഇത് വെള്ളത്തിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ടൊരു പൈപ്പ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് തന്നെ. ഈ മേളിൽ നിന്ന് വെള്ളം ചാടുന്നതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇത് കെട്ടിയിട്ട്, വരമ്പ് കെട്ടിയിട്ട് അതേ പൈപ്പ് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഈ പാറയിൽ ഈ മരത്തിൻ്റെ വേരിങ്ങനെ പടർന്ന് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് വയ്ക്കുന്നുണ്ട്. അതൊരു കാഴ്ചയാട്ടോ ഇവിടെ നോക്കുമ്പോൾ. ഇങ്ങനെ വേരുകൾ നല്ലൊരു കാഴ്ചയാണ് തന്നെ.
ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം വ്യൂ പോയിന്റ്. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങനെ വന്ന വെള്ളം പൈപ്പിൽ കളക്ട് ചെയ്ത് ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. ഓരോ കണക്ഷൻ വഴി ഇങ്ങനെ ഇത് നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ കണക്ഷനുകളായിട്ട് പൈപ്പ് ഇങ്ങനെ ഓരോന്ന് ഇട്ടിട്ടുണ്ടോ. ഈ സമയത്ത് കണ്ട് കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഈ പാറയിൽ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം. പക്ഷെ മഴക്കാല സമയം ഇവിടെ വളരെ ഡേഞ്ചറാണെന്ന് തന്നെ പറയാം. അതിപ്പോൾ മേളിൽ കയറി കാണിച്ചു തരാം. ഈ പാറയുടെ ഇതാ പറയാൻ കാരണം, ഇവിടെ ഇങ്ങനെ ഒരു വലിയ കുഴി പോലെയാണ്. ഞങ്ങളുടെ പാറപ്പുറത്താണ് നിൽക്കുന്ന സ്ഥലം. കാണിച്ചു തരാം. ഇതാണ് സ്ഥലം, പാറ. ഒരു വലിയ പാറയാണ് ഇപ്പം നിൽക്കുന്നത്. ഇതാണ് പാറപ്പുറം. ചെറിയ ഉറവ പോലെ വെള്ളമൊക്കെ ഉണ്ട്, ചെറുതായിട്ട്, ചെറിയ രീതിക്ക്. ഇവിടെ നിന്ന് ഒഴുക്കിപ്പെട്ടാൽ പിന്നെ പറയണ്ട, നല്ലൊരു ഡേഞ്ചർ സീനാണ് ഇവിടെ. താഴത്തോട്ട് പോവാണ് വെള്ളം. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ വന്ന റോഡ് സൈഡ് കാണാം. അവിടെ നിന്ന് ഇപ്പോൾ കയറി സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ആ കുന്നാണെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഇറങ്ങി വന്ന വഴിയാണ്. താഴത്തോട്ട് പോന്നായിരുന്നു. അപ്പം കാർമേഘം മൂടി മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. മഴ തോന്നുന്നുണ്ട് ചെറുതായിട്ട്. ഏതായാലും സമയം കൊള്ളാം. കയറിയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മഴയും. എൻ്റെ സൈക്കിൾ എവിടെയുണ്ട്, ഒരിടത്തും പോയിട്ടില്ല. നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. തോന്നുന്നുണ്ട്, എന്താവും എന്തോ ഒന്നും അറിയില്ല. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് ഇരണ്ടശ്ശേരി ഇടുക്കി. ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം കഴിഞ്ഞ് കണ്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുക നിൽക്കുമായിരുന്നു. വെള്ളം കുടിക്കാനുള്ളത്. അപ്പോൾ നല്ല തകർത്ത മഴയാണ്, രക്ഷയില്ല. ഞണ്ടിറുക്കിയാണ് സ്ഥലം, മഴയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തൊടുപുഴയ്ക്ക് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, മഴയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മഴയത്ത് സൈക്കിൾ ചവിട്ടാൻ പോകുന്നത്. ഞണ്ടിറുക്കിയാണ്, ഞണ്ടിറുക്കി വെള്ളച്ചാട്ട സ്ഥലം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഭയങ്കര മഴയാണിപ്പം. അപ്പോൾ തൊടുപുഴയ്ക്ക് പോവാണ്.